ഞാൻ എൻ്റെ അടുത്ത് അവിടെ NICU കൊണ്ടുപോയി ഇവനെ. ICUന്ന് നേരെ NICU കൊണ്ടുപോയി. NICU കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോള് പൊയ്ക്കോളൂ, ഇനി പൊയ്ക്കോളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി താഴെ വന്നു. എനിക്കെൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പനോട് പറയാൻ പറ്റത്തില്ല, ആൾക്ക് സഹനശേഷിയില്ല, ആൾ വീണു പോകും. ഞാൻ എൻ്റെ മനസ്സിൽ മുറുകി പിടിച്ചു. ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സഹായിക്കണം, ഇത് മാത്രമേ പ്രാർത്ഥനയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ സഹായിക്കണമെന്ന് മാത്രം ഞാൻ മാതാവിനോട് മനസ്സിലിങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങിപ്പോയി. അന്നത്തെ ദിവസം ഉറക്കമില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റിട്ട് നേരെ ഞാൻ കയറി പോകുന്നത് NICU ചെന്നപ്പം ഇവൻ്റെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഇവനെ നോക്കിയത് 12-13 പേരുടെ ഒരു ടീമാണ് നോക്കുന്നത് ഇവനെ. എന്നിട്ട് ഞാൻ അതിലൊരു മെയിൻ ഡോക്ടർ ഒരാളുണ്ട്, ഒന്നല്ല ഹെഡ് ഒരാളുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇനി എന്താ ചെയ്യുന്നത്, അടുത്ത് എന്താ ചെയ്യാൻ പറ്റണേ? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഒരിക്കലും അത്രയും ഞരമ്പ് പൊട്ടുന്ന ഒരാൾ ജീവിച്ചിരിക്കില്ല. 3 തവണ ഇവൻ്റെ തലയിലെ ഞരമ്പ് പൊട്ടി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ എൻ്റെ അടുത്ത് റിസ്ക് ഫാക്ടറൊക്കെ പറഞ്ഞു, ഇവൻ കോമ സ്റ്റേജിലേക്ക് പോകാം, ഇവന് കാർഡിയക് അറസ്റ്റ് വരാം, ഇവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല, 1% പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വെൻറ്റിലേറ്ററിലിട്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാൾ ഇവനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ